ഇനി ഇന്ത്യയുടെ ഗജരാജ കില്ലാടികളുടെ വരവാണ്. അവർ ഒത്തൊരുമിച്ച് ആർത്തിരമ്പി വരുന്നത് കണ്ടാൽ ആരും ഒന്ന് നോക്കി നിന്നു പോകും. കാഴ്ചയിൽ മാത്രമല്ല അവർ മുന്നിട്ട് നിൽക്കുന്നത്, പ്രവൃത്തിയിലും ഒരു ചുവട് മുകളിൽ തന്നെയാണ് അവരുടെ സ്ഥാനം. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് ഡോട്ടിലേക്ക് സ്വാഗതം. വളച്ചുകെട്ടുന്നില്ല, നേരെ കാര്യത്തിലേക്ക് വരാം. MH-60R സീഹോക്ക് ഹെലികോപ്റ്റർ, അതെ, ഇവനെ കുറിച്ചാണ് പറയുന്നത്. INS ഹൻസയിൽ നിന്ന് ഇന്ത്യൻ നാവികസേനയുടെ രണ്ടാമത്തെ സീഹോക്ക് ഹെലികോപ്റ്റർ സ്ക്വാഡ്രൺ കമ്മീഷൻ ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ INAS 335 ഓസ്പ്രേസ് എന്ന അത്യാധുനിക ഹെലികോപ്റ്റർ സ്ക്വാഡ്രണം രാജ്യത്തിന് സമർപ്പിക്കാൻ ഒരുങ്ങുന്നു. ഡിസംബർ 17 ഗോവയിലെ ദബോലിമിനടുത്തുള്ള INS ഹൻസയിൽ നിന്നാണ് ഇന്ത്യയുടെ നാവികസേനയുടെ രണ്ടാമത്തെ MH-60R സീഹോക്ക് ഹെലികോപ്റ്റർ സ്ക്വാഡ്രണം, അതുപോലെ തന്നെ INAS 335 ഓസ്പ്രേസ് ഹെലികോപ്റ്റർ സ്ക്വാഡ്രണം കമ്മീഷൻ ചെയ്യാൻ പോകുന്നത്. ഇനി എന്തിനാണ് ഈ ഹെലികോപ്റ്റർ നമുക്ക് ആവശ്യം? പറഞ്ഞുതരാം. MH-60R ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററിന്റെ ഒരു സമുദ്ര വകഭേദം. അന്തർവാഹിനി വിരുദ്ധ യുദ്ധം, ഉപരിതല വിരുദ്ധ യുദ്ധം, അതുപോലെ തന്നെ തിരയൽ, രക്ഷാപ്രവർത്തനം, നാവിക പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു മൾട്ടി റോൾ ഹെലികോപ്റ്റർ ആണ് ഇത്. MH-60R ഒരു പരിവർത്തന മൾട്ടി റോൾ പ്ലാറ്റ്ഫോമാണ്. റോമിയോ ഹെലികോപ്റ്റർ എന്നും MH-60R ഹെലികോപ്റ്ററുകൾക്ക് പേരുണ്ട്. ഈ കിടിലൻ ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കുന്നത് എവിടെയാണെന്ന് അറിയണ്ടേ? പറഞ്ഞുതരാം. US നേവിയുടെ സ്പെസിഫിക്കേഷനുകൾക്ക് അനുസൃതമായി ലോക്ഹീഡ് മാർട്ടിനാണ് ഈ ബിരുദന്മാരെ നിർമ്മിക്കുന്നത്. ഇവയെ കരയിൽ നിന്നും കപ്പലിൽ നിന്നും ഒക്കെ പ്രവർത്തിപ്പിക്കാൻ കഴിയും. ഈ വിമാനത്തിൽ മൾട്ടി മോഡ് റഡാർ, ഇലക്ട്രോണിക് സപ്പോർട്ട് മെഷറുകൾ, ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് ക്യാമറകൾ, ഡാറ്റ ലിങ്കുകൾ, എയർക്രാഫ്റ്റ് സർവൈവബിലിറ്റി സിസ്റ്റങ്ങൾ, ഡിപ്പിംഗ് സോണാർ, സോണോ ബോയ്സ് എന്നിവയുൾപ്പെടെ നൂതന ഡിജിറ്റൽ സെൻസറുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമുദ്ര അടിത്തട്ടിലുള്ള കാഴ്ചകൾ വ്യക്തമായി കാട്ടിത്തരാനുള്ള സജ്ജീകരണങ്ങൾ ഈ ഹെലികോപ്റ്ററിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടോർപിഡോകൾ, മിസൈലുകൾ, റോക്കറ്റുകൾ, ക്രൂ സെർവ്ഡ് തോക്കുകൾ എന്നിവയാൽ ഇവയെ സജ്ജീകരിച്ചിരിക്കുന്നു. 2024 മാർച്ച് 6 ആദ്യത്തെ MH-60R യൂണിറ്റ് ആയ INAS 334 സീഹോക്ക് കമ്മീഷൻ ചെയ്തതിനെ തുടർന്നാണ് ഈ സ്ക്വാഡ്രൺ 2020 ഫെബ്രുവരിയിൽ US സർക്കാരുമായി ഒപ്പുവെച്ച 24 വിമാനങ്ങളുള്ള വിദേശ സൈനിക വിൽപ്പന കരാറിന്റെ ഭാഗമായാണ് ഇവ രണ്ടും ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്.